നമ്മളെല്ലാവരും വാട്സപ്പും ടെലിഗ്രാമും ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ആപ്പുകളുടെ പ്രവർത്തന രീതിയിൽ വലിയൊരു മാറ്റം സംഭവിക്കും. കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം സിം ബൈൻഡിംഗ് എല്ലാ മെസ്സേജിംഗ് ആപ്പുകൾക്കും നിർബന്ധമാക്കുകയാണ്. എന്താണ് ഈ സിം ബൈൻഡിംഗ്? കേന്ദ്ര സർക്കാർ എന്തിനാണ് ഇപ്പോൾ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് സാധാരണക്കാരായ നമ്മളെ എങ്ങനെ ബാധിക്കും? പ്രവാസികൾക്ക് ഇത് തലവേദനയാകുമോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണണം, കാരണം ഇത് നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ആദ്യം തന്നെ എന്താണ് ഈ സിം ബൈൻഡിംഗ് എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ആപ്പും ആ നമ്പറിലുള്ള സിം കാർഡും തമ്മിലുള്ള സ്ഥിരമായ ഒരു ബന്ധമുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയാണെന്ന് പറയാം. നിലവിൽ നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു തവണ OTP വരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫോണിൽ ആ സിം കാർഡ് ഇല്ലെങ്കിലും വൈഫൈ ഉപയോഗിച്ച് വാട്സപ്പ് പ്രവർത്തിക്കും. എന്നാൽ സിം ബൈൻഡിംഗ് വരുന്നതോടെ ഇത് മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ഫോണിൽ ഏത് നമ്പറിലാണോ ആപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സിം കാർഡ് ആ ഫോണിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ആപ്പ് പ്രവർത്തിക്കൂ. സിം കാർഡ് ഊരി മാറ്റിയാലോ അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് മാറ്റിയാലോ പഴയ ഫോണിലെ ആപ്പ് തനിയെ ലോക്കാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ പുറത്തിറക്കിയ ടെലികമ്മ്യൂണിക്കേഷൻ സൈബർ സെക്യൂരിറ്റി ഭേദഗതി നിയമം 2025 പ്രകാരമാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിൽ പറയുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമല്ല, ആപ്പ് ഉപയോഗിക്കുന്ന ഓരോ നിമിഷവും സിം കാർഡ് ഫോണിൽ ഉണ്ടോ എന്ന് ആപ്പ് പരിശോധിക്കും. സിം ഇല്ലെന്ന് കണ്ടാൽ ആപ്പ് ഉടൻ ലോഗ് ഔട്ട് ചെയ്യപ്പെടും. ഇതുപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ വാട്സപ്പ് വെബ് ഉപയോഗിക്കാറുണ്ട്. പുതിയ നിയമപ്രകാരം കമ്പ്യൂട്ടറുകളിൽ ലോഗിൻ ചെയ്താൽ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും തനിയെ ലോഗ് ഔട്ട് ആകും. വീണ്ടും QR കോഡ് സ്കാൻ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടി വരും. വാട്സപ്പ്, ടെലിഗ്രാം തുടങ്ങിയ എല്ലാ മെസ്സേജിംഗ് ആപ്പുകൾക്കും ഈ മാറ്റം നടപ്പിലാക്കാൻ സർക്കാർ 90 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. 2026 ഫെബ്രുവരി അവസാനത്തോടെ ഇത് പൂർണ്ണമായും നടപ്പിലാക്കുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ സാങ്കേതിക വശം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സിം കാർഡിലെ സവിശേഷമായ നമ്പറുകളായ ICC/ID എന്നിവയുമായി ബന്ധിപ്പിക്കപ്പെടും. നിങ്ങളുടെ ബാങ്കിംഗ് ആപ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, അതായത് ഫോൺപേ, GPay പോലുള്ളവയൊക്കെ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ്. സിം മാറ്റിയിട്ടാൽ അവ ഉടനെ പണിമുടക്കും. ഇതേ സെക്യൂരിറ്റി ലെയർ ഇനി വാട്സപ്പിലേക്കും വരികയാണ്. ഇതോടെ തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ നമ്പർ മാത്രം കൈക്കലാക്കി മറ്റൊരു സ്ഥലത്തിരുന്ന് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്തിനാണ് സർക്കാർ ഇത്രയും കർശനമായ നിയമം കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഇതിന്റെ പ്രധാന കാരണം വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകളാണ്. വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ നമ്പറുകൾ ഉപയോഗിച്ച് വ്യാജ വാട്സപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുന്ന രീതി വ്യാപകമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊരു ചെറിയ ബുദ്ധിമുട്ട് പ്രവാസികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. നാട്ടിലെ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന പ്രവാസികൾ ആ സിം കാർഡ് വിദേശത്തും ഫോണിൽ ഇട്ട് തന്നെ വെക്കേണ്ടി വരും. നാട്ടിലെ സിം മാറ്റിയാൽ വാട്സപ്പ് പ്രവർത്തിക്കില്ല. അതുപോലെ ഇടയ്ക്കിടെ ഫോൺ മാറ്റുന്നവർക്കും വൈഫൈ മാത്രം ഉപയോഗിച്ച് പഴയ ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കും ഇത് പ്രായോഗികമായ വെല്ലുവിളികൾ ഉണ്ടാക്കും. എങ്കിലും സുരക്ഷ മുൻനിർത്തിയാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡാണ് വളരെ പ്രധാനമാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്പുകൾക്ക് പെർമിഷൻ നൽകാതിരിക്കുക. നന്ദി.